മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു LSS ചോദ്യമായിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും LSS തകർത്ത് പഠിക്കുകയാണെന്നൊക്കെ ടീച്ചർക്ക് അറിയാം കേട്ടോ. ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ തരാറുണ്ട്, ദാ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ചോദ്യം നമുക്ക് നോക്കാം. എപ്പോഴും ടീച്ചർ കഴിഞ്ഞ കുറച്ച് കോണ്ടന്റ് വീഡിയോസിലൂടെ ടീച്ചർ തന്നത് 1 വേർഡ് ചോദ്യങ്ങളായിരുന്നു. നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടവും അത് തന്നെയാണ്. പക്ഷേ ഡിസ്ക്രിപ്റ്റീവ് വിശദീകരിച്ച് എഴുതേണ്ട ചില ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. സംഭാഷണം പോലത്തെ, ഡയറി പോലത്തെ, കത്ത് പോലത്തെ ചില ചോദ്യങ്ങൾ അല്ലേ. അപ്പോ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ അല്ലേ. അറിഞ്ഞു പഠിച്ചാൽ നമുക്ക് എന്താണ് പഠിച്ച് നേടിയെടുക്കാം എന്നുള്ളതാണ്. അതിന് മുൻപായിട്ട് നമ്മുടെ സൈലത്തിന്റെ 4ാം ക്ലാസ്സിലെ പ്രാണ എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഇതുവരെ ഈ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിൽ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. 9954008000 എന്ന് പറയുന്ന ഈ നമ്പർ, താഴെ കൂടെ നമ്പർ പോകുന്നുണ്ടാവേ, അതിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ഡെയിലി റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. നമുക്കറിയാം 4ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ കൂടുതൽ അധികരിച്ചുകൊണ്ടാണ് ചോദ്യങ്ങൾ വരാറ്. നിങ്ങൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ചില പുറത്തുള്ള ചോദ്യങ്ങളും വരും. അതുപോലെ GK ക്വസ്റ്റ്യൻസ്, അതൊക്കെ നമ്മൾ കോണ്ടന്റ് വീഡിയോസ് ആയിട്ടും ഷോർട്ട് വീഡിയോസ് ആയിട്ടും ഒക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രാണ ബാച്ചിലുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് LSS ഫ്രീ ബാച്ചും കൂടെ ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി അതൊന്നും കൂടാതെ ഇതാ സൈലത്തിൻ്റെ ഒരു കമ്മ്യൂണിറ്റി വാട്സപ്പ് ചാനലാണ്. അതൊന്ന് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഒന്ന് ജോയിൻ ചെയ്താൽ മതി. ഇങ്ങനെ ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ എന്താ അറിയോ, ഇപ്പോൾ ലൈവ് നടക്കുന്നുണ്ടെങ്കിൽ, യൂട്യൂബിൽ ലൈവ് ഉണ്ടെങ്കിൽ, അതുപോലെ യൂട്യൂബ് ലൈവ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ നോട്ട്സ് ഒക്കെ ഇതാ ഈ ഒരു ചാനലിലേക്കാണ് ഇടുക. ഫ്രീ ആയിട്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് സ്കാൻ ചെയ്തിട്ട് അതിലേക്ക് അങ്ങ് ജോയിൻ ചെയ്തോളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ എനിക്കിന്ന് പറയാനുള്ള ചോദ്യം എന്ന് പറയുന്നത് ഇതാ, ഞാൻ പറഞ്ഞു മലയാളത്തിലെ ചോദ്യങ്ങൾ ഇങ്ങനെയാണ് വരാറുള്ളത് സാധാരണ. ഇതാ ഒബ്ജക്റ്റീവ് 10 മാർക്കിനും ഡിസ്ക്രിപ്റ്റീവ് 2 മാർക്കിനും, അല്ല 2 ചോദ്യവും വരാറുണ്ട് 10 മാർക്കിന്. ഇത് 10 ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതം, അങ്ങനെ 10 മാർക്കിന്. ഇത് ഒരു ചോദ്യത്തിന് 5 മാർക്ക് വീതം, അങ്ങനെ 2 ചോദ്യം. അങ്ങനത്തെ ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് മക്കളെ സംഭാഷണം തയ്യാറാക്കുക. പാഠവുമായിട്ട് ബന്ധപ്പെട്ട് സംഭാഷണം തയ്യാറാക്കി നോക്കാം അല്ലേ. പാഠവുമായിട്ട് ബന്ധപ്പെട്ട് സംഭാഷണം തയ്യാറാക്കി നോക്കുമ്പോൾ ഇതാ നമ്മൾ ആഭിതക്കുട്ടിയുടെയും പട്ടത്തിൻ്റെയും ഒരു പാഠം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആദ്യ ഭാഗങ്ങളിലാണ് പഠിച്ചത്. പട്ടൂസ് എന്ന് പറയുന്നത് ആഭിതക്കുട്ടി ഉണ്ടാക്കിയ പട്ടത്തിൻ്റെ പേരാണ്. അത് നൂല് വിട്ട് ആകാശത്തേക്ക് പറന്നു പോയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാണ് ആഭിതക്കുട്ടി, നമ്മളെ പട്ടൂസിനെ കാണാനായിട്ട് ഒരുപാട് വിഷമിച്ചു. പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്, അമ്പിളിമാമൻ്റെ സഹായത്തോടെ അമ്പിളിമാമൻ മേടക്കാറ്റിനെ വിളിച്ചിട്ട് പട്ടൂസിനെ ആഭിതക്കുട്ടിയുടെ അടുത്ത് എത്തിച്ചു. അപ്പോൾ അവർ തമ്മിൽ കണ്ടാൽ വീണ്ടും നല്ല സന്തോഷമായിരിക്കില്ലേ. അപ്പോൾ ആ രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ എഴുതണം. ബാക്കി സ്കൂൾ പരീക്ഷയ്ക്ക് എഴുതുന്നതിനെക്കാട്ടും ഭംഗിയിലും വൃത്തിയിലും നല്ല ഭാഷയിലും ഒക്കെ എഴുതിയാലാണ് നിങ്ങൾക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുക, മാർക്ക് കിട്ടുക. കാരണം എന്താണ്, LSS പരീക്ഷ എന്ന് പറയുന്ന ഒരു മത്സര പരീക്ഷയാണല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. ആഭിതക്കുട്ടി, പട്ടൂസേ നീ എങ്ങനെ തിരിച്ചെത്തി? അപ്പൊ പട്ടൂസ്, അതൊക്കെ ഒരു കഥയാണ് ഇത്താത്ത എന്ന് പറഞ്ഞു തുടങ്ങും. ബാക്കി നിങ്ങളോട് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമുക്കതെങ്ങനെ എഴുതാം, നമുക്കൊന്ന് നോക്കിയാലോ. ആബിദ ചോദിക്കും പട്ടൂസിനെ കണ്ടപ്പോ, ഉറങ്ങിക്കിടന്ന ആബിദക്കുട്ടിയുടെ അടുത്താണ് മേടക്കാറ്റ് പട്ടൂസിനെയും കിടത്തിയിട്ട് പോയതല്ലേ. അപ്പോൾ ഉറങ്ങി എണീറ്റ സമയത്ത് ഇവർ 2 പേരും കാണുകയാണ്. അപ്പൊ ആബിദ ചോദിക്കൂ, പട്ടൂസ്, എന്റെ പട്ടൂസ് നീ വന്നോ അല്ലേ? എത്ര ദിവസമായി എത്ര ദിവസം ഞാൻ നിന്നെ തേടി കരഞ്ഞു. ആബിദേ അല്ലെങ്കിൽ ഇത്താത്ത എന്ന് വേണമെങ്കിൽ വിളിക്കാം അല്ലെ. ഇത്താത്താന്നും വിളിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇത്താത്ത തന്നെ വിളിക്കുന്ന കുറച്ചുകൂടെ നല്ലല്ലേ. ഇത്താത്ത, ഞാൻ നിന്നെ വളരെയധികം ഓർത്തു. ചരട് പൊട്ടിയപ്പോൾ ഞാൻ കരഞ്ഞു. അപ്പൊ ആബിദ ചോദിക്കുകയാണ്, പിന്നെ നീ എങ്ങനെ വന്നു? ചരട് പൊട്ടിയിട്ട് അങ്ങ് പോയില്ലേ, പിന്നെ നീ എങ്ങനെ വന്നു? പട്ടൂസ്, അമ്പിളിമാമൻ കേട്ടല്ലോ നിന്റെ കരച്ചിൽ. ആബിദക്കുട്ടിയോട് പറയാണ്, അമ്പിളിമാമൻ കേട്ടല്ലോ നിന്റെ കരച്ചിൽ. അദ്ദേഹം മേടക്കാറ്റിനെ വിളിച്ചു വരുത്തി. മേടക്കാറ്റിന്റെ വലിയ കരുത്തുള്ള തോളിൽ കയറി ഞാൻ പറന്നു വന്നു. നേരെ നിന്നെ തേടി ഇവിടെ എത്തി. അപ്പോ എന്താണ്,
മേടക്കാറ്റ് അത്ര നല്ലവനല്ലേ, അത്ര നല്ലവനാണല്ലേ എന്ന് വേണേ ചോദിക്കാം. പിന്നെ പട്ടൂസ് പറയാ, അതെ, വഴിയിലുടനീളം കാറ്റ് എന്നോട് പറഞ്ഞു, നിന്റെ ആബിദ നിന്നെ വളരെ സ്നേഹിക്കുന്നു, അവളെ വിട്ടുപോകരുത്. അപ്പൊ ആബിദ പറയാണ്, നിന്നെ ഞാൻ ഒരിക്കലും വിട്ടുപോകില്ല, നീ എന്നിൽ നിന്നും പറന്നു പോകരുതേ. ആബിദ വീണ്ടും ചേർത്ത് പിടിച്ചിട്ടുണ്ടാവില്ലേ പട്ടൂസിനെ, ഞാൻ നിന്നിൽ നിന്നും വിട്ടുപോകില്ല, നീ എൻ്റെ അടുത്തൊന്നും പറന്നു പോകല്ലേ. പട്ടൂസ്, ഇല്ല, ഇനി എപ്പോഴും നിന്നോടൊപ്പമേ പറക്കൂ, അല്ലേ, അങ്ങനെ പറയൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതുക. ഇനി നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾക്ക് ഇനിയും എഴുതാം. ഇത്താത്ത, നിന്നെ കണ്ടപ്പോ എനിക്ക് എന്ത് സന്തോഷായെന്നോ. അപ്പോ ആബിദ പറയാണ്, നീ എന്നെ വിട്ടുപോയപ്പോ എനിക്ക് എന്ത് സങ്കടായെന്നോ, അല്ലേ. അപ്പൊ തിരിച്ചു പറയൂ, അല്ലേ, അമ്പിളിമാമൻ മേടക്കാറ്റിന്റെ സഹായത്തോടെയാണ് എന്നെ ഇവിടെ എത്തിച്ചത്, അല്ലേ. അപ്പൊ അമ്പിളിമാമനും മേടക്കാറ്റും എത്ര നല്ലവനാ, അല്ലേ, എത്ര നല്ലവരാ, അല്ലേ. നമുക്ക് അവരോട് നന്ദി പറയണം എന്നൊക്കെ പറയാ. ഇതൊക്കെ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് ബാക്കി ചേർത്ത് എഴുതാവുന്നതാണ്. അപ്പൊ മറ്റൊരു ക്ലാസ്സില് ടീച്ചർ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇതായിരിക്കും കേട്ടോ, വായനാ പരിചയം. അത് നമ്മുടെ ആസ്വാദന കുറിപ്പിന് പകരമൊക്കെ മലയാളത്തിൽ വന്നൊരു പുതിയൊരു ഡിസ്കോഴ്സ് ആണ് കേട്ടോ. പുതിയൊരു ചോദ്യ മാതൃകയാണ് എന്ത്, വായനാ പരിചയം. അപ്പൊ അതെന്താണ് എന്ന് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും എന്ത് ചെയ്യുക, നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടാറ്റാ, അടുത്ത ക്ലാസ്സിൽ കാണാം.